ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ ഞാനൊരു സോയാ ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാമെന്ന് വെച്ചു കേട്ടോ. കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സോയാബീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ സോയാബീൻ എന്ന് പറയും, ചില സ്ഥലങ്ങളിലൊക്കെ പിന്നെ സോയ ചങ്ക്സ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് തിളച്ചപ്പോൾ അത് ഓഫ് ചെയ്തിട്ടുണ്ട്. അത് വെന്തിട്ടുണ്ടാവും. ഇനി അതിനെ ഒന്ന് വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ ഗരം മസാല എന്നിവ എല്ലാം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർക്കാൻ, ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ അതിലോട്ട് കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചത് ചൂടായി കഴിയുമ്പോൾ ഇതിട്ടിട്ട് വറുത്തെടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. മിക്കവർക്കും അറിയാം, എന്നാലും ഞാൻ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് എണ്ണ മതി കേട്ടോ. നമ്മൾ കോൺഫ്ലവർ ഇടുന്ന കാരണം അധികം എണ്ണയൊന്നും കുടിക്കില്ല, കുറച്ച് എണ്ണ മതി. എന്നിട്ട് ഇതിലോട്ട് ഒരു സവാളയല്ല, ഒരു മുറി സവാള ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സോയാ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ.